അൻവറിനെതിരായ ഫോൺ ചോർത്തൽ ആരോപണത്തിൽ കേസെടുക്കാൻ തെളിവുകൾ ഇല്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട്. കേസെടുക്കാനാകുന്ന കുറ്റകൃത്യത്തിൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. മലപ്പുറം ഡിവൈഎസ്പിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഷബ്ന, എന്തായാലും ഈ വിഷയത്തിൽ PV അൻവറിന് ആശ്വാസമാണല്ലേ? ലക്ഷ്മി, ഈ PV അൻവർ തന്നെയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 1 മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലം സ്വദേശിയും അതുപോലെ പ്ലാനറുമായ മുരുകേഷ് നരേന്ദ്രൻ എന്നയാളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുകയും സർക്കാരിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മലപ്പുറം ഡിവൈഎസ്പി പ്രാഥമിക അന്വേഷണം നടത്തി എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഈ പ്രാഥമിക അന്വേഷണത്തിൽ PV അൻവറിനെതിരെ ഉള്ള ആരോപണത്തിൽ നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് സർക്കാർ നിലപാട്. മലപ്പുറം ഡിവൈഎസ്പിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. PV അൻവറിനെതിരെ CBI അന്വേഷണം വേണം എന്ന ഹർജിയിലാണ് ഇപ്പോൾ കോടതി ഇടക്കാല ഉത്തരവിട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയ നടപടിക്കെതിരെ കേസെടുക്കണം എന്നതായിരുന്നു ഈ ഹർജിക്കാരന്റെ ആവശ്യം. സ്വർണ്ണക്കടത്തും കൊലപാതകവും അടക്കം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും അടക്കം ഫോൺ അനധികൃതമായി ചോർത്തി എന്നായിരുന്നു അൻവറിന്റെ വെളിപ്പെടുത്തൽ. ഈ ഹർജിക്കാരൻ കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യം രാജ്യസുരക്ഷ, പൊതു അടിയന്തര ആവശ്യം എന്നിവയ്ക്കല്ലാതെ ഇത്തരത്തിൽ ഫോൺ ചോർത്തൽ അനുവദനീയമല്ല. സ്വകാര്യ സംവിധാനത്തിലൂടെ അൻവർ ഈ പ്രവൃത്തി ചെയ്തത് നിയമവിരുദ്ധമാണ്, കേസെടുക്കണം തുടങ്ങിയ ആവശ്യമായിരുന്നു. കൂടാതെ സംസ്ഥാന പോലീസിന് പകരം CBI തന്നെ ഈ കേസിൽ അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഏതായാലും സർക്കാരിന്റെ അല്ലെങ്കിൽ ഡിവൈഎസ്പിയുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ കേസ് എടുക്കാവുന്ന കുറ്റങ്ങൾ കണ്ടെത്താനായിട്ടില്ല എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. വേനലവധിക്ക് ശേഷം ഈ ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. ഇനിയിപ്പോൾ കോടതി ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം എന്ത് നടപടി സ്വീകരിക്കണം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.